ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് ആക്ച്വലി കിടന്ന് ഉറങ്ങിയത്. ഐ പ്ലാൻ ലൈക്ക് ഞാൻ കാലത്ത് 6 മണി 6:30 ആകുമ്പോൾ എനിക്ക് മൈൽഡ് എക്സസൈസസ് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഐ കിക്ക് സ്റ്റാർട്ട് മൈ ഡേ ലൈക്ക് ദാറ്റ്. അങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ എണീറ്റപ്പോൾ സമയം ഏകദേശം 8:45 കാലത്ത് അലാറം അടിച്ചപ്പോൾ മൊത്തം ഞാൻ സ്നൂസ് ചെയ്ത് വെച്ചു. ഇപ്പം എൻ്റെ ഗാലറി മൊത്തം വെച്ച് അലാറത്തിൻ്റെയും പിന്നെ എൻ്റെ വാൾപേപ്പറിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അത് മിക്ക ദിവസം ഉണ്ടാവാറുണ്ട്, ഇന്ന് കുറച്ചധികം ഉണ്ട്. സോ തിങ്സ് എപ്പാർട്ട്, ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടുഡേ ഈസ് എ ക്ലീനിങ് ഡേ ഫോർ us. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യും. അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്യണം. ഞാൻ അടിച്ചു വാരും, ഏട്ടൻ തുടയ്ക്കും, പിന്നെ ബെഡ്ഷീറ്റ് മാറ്റണം, അലക്കാൻ ഇടണം, കുറേ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ നമ്മൾ പുറത്ത് പോകണ്ട. എനിക്ക് നോർമലി ആഴ്ചയിൽ ഒരു ദിവസം വീക്കെൻഡിൽ ഒരു ദിവസം എനിക്ക് എന്തായാലും പുറത്ത് പോയി പറ്റും. മറ്റേ സെക്കൻഡ് ഡേ ഐ ചൂസ് ടു സ്റ്റിക്ക് അറ്റ് ഹോം. പക്ഷെ ആദ്യത്തെ ഒരു ദിവസം ഐ ഹാവ് ടു ഗോ ഔട്ട്. ഞാൻ പണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര വർക്കഹോളിക് പേഴ്സൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഐ യൂസ് ടു ലോഗ് ഇൻ അറൗണ്ട് ലൈക്ക് 7 o'clock ആൻഡ് ദെൻ ഐ യൂസ് ടു ലോഗ് ഔട്ട് അറൗണ്ട് ലൈക്ക് 2 AM 3 AM. അതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ആ ജോലി ഭയങ്കര ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. ഇറ്റ് വാസ് മൈ ഡ്രീം ജോബ്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ 101% കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ജോബ് സ്വിച്ച് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ ജോലി എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ, വലിയൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഭയങ്കര വർക്കഹോളിക് ഒന്നുമില്ല. കറക്റ്റ് 5 മണിയാകുമ്പോൾ ഞാൻ ലോഗ് ഔട്ട് ചെയ്ത് വീട്ടിലേക്ക് വരും. അപ്പോൾ എൻ്റെ പ്രീവിയസ് ജോബ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആകെ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് വീക്കെൻഡ് ആയിരുന്നു, ലൈക്ക് സാറ്റർഡേ സൺഡേ. അപ്പോൾ ഞാൻ എവിടേക്കെങ്കിലൊക്കെ പോകും. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ ഐ യൂസ് ടു ഗോ ടു ഫിനിക്സ് മാൾ, അല്ലെങ്കിൽ അടുത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പുറത്ത് പോയേ പറ്റൂ. ഇപ്പം എൻ്റെ വീട്ടിലാവുമ്പോൾ ഞാൻ അമ്മേനെയും കണ്ണനെയൊക്കെ കൂട്ടിയിട്ട് ഒന്നെങ്കിൽ തൃശ്ശൂരോ തൃപ്രയാറോ എവിടേക്കെങ്കിലുമൊക്കെ പോകും. വൈമാളിലൊക്കെ പോയിട്ട് ചുമ്മാ നടക്കും, അല്ലെങ്കിൽ വല്ല ഡ്രസ്സൊക്കെ മേടിക്കാൻ പോകും, അല്ലെങ്കിൽ ബേക്കറി പോയിട്ട് വല്ല പപ്സൊക്കെ മേടിച്ചു കൊണ്ടുവരും, അങ്ങനത്തെ വല്ലതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. വീക്കെൻഡ് ആകുമ്പോൾ എനിക്ക് ഫ്രൈഡേ ഞാൻ മിക്കതും ഐ ഹാവ് ടു ഗോ ഔട്ട്. അതിവിടെ ലുലുലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ലുലു എന്ന് പറഞ്ഞാൽ അച്ഛൻ ചാടിക്കയറി വരും. അച്ഛന് ലുലു ഭയങ്കര ഇഷ്ടം. അപ്പോൾ ലുലുലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പുറത്ത് പോയേ പറ്റൂ. വെറുതെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പണ്ടേ ഉള്ള ശീലം എനിക്ക്. അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ അച്ഛനോട് ബീച്ചിലേക്ക് കൊണ്ടുപോകണം, പാർക്കിക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകാൻ അറിയില്ല. അതൊന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ലുലുലെങ്കിലും പോകും. ഓക്കെ, ഫോർ ഷുവർ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, ഇനിയിപ്പോൾ ഫസ്റ്റ് കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ നോർമലി ദോശയ്ക്ക് അല്ലെങ്കിൽ വെള്ളപ്പോ ഇഡ്ഡലിക്ക് എന്തിനെങ്കിലുമൊക്കെ തലേദിവസം അരച്ച് വെക്കലുണ്ട്. ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായി കാലത്ത്, പക്ഷെ രാത്രി അരച്ച് വെക്കാൻ മറന്നുപോയി. അപ്പോൾ വി ആർ ഗോയിങ് ടു ചെന്നൈ ദർബാർ നൗ. അതിവിടെ അടുത്തുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. അവിടുത്തെ വെജിറ്റേറിയൻ ഫുഡ്സ് നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ദോശയും ക്രിസ്പി വടയും ഉപ്പുമാവാണെങ്കിലും വെജിറ്റേറിയൻ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഏട്ടനും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെന്നൈ ദർബാറിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ 2 എണ്ണത്തിനും മനസ്സിൽ ലഡു പൊട്ടിയതുകൊണ്ട് പോയിട്ട് കുളിക്കാനും ഡ്രസ്സ് മാറ്റാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനും പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വിൽ ഗോ ടു ചെന്നൈ ദർബാർ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് വന്നിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാട്ടാ. ഓക്കെ, ഹായ് ഗൈസ്. നിങ്ങൾ ഈ കേൾക്കുന്ന പെരിയാറയൊക്കെ അച്ഛൻ്റെ സ്മ്യൂൾ വേർഷൻ ആട്ടോ. ഈ വണ്ടിയിൽ അച്ഛൻ്റെ സ്മ്യൂൾ പാട്ടുകൾ മാത്രം വെക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെന്നൈ ദർബാർ എത്തി. ഇവിടെ പാർക്കിംഗ് കിട്ടലാണ് മെയിൻ പണി. ഇവിടെ അങ്ങനെ പാർക്കിംഗ് കിട്ടലില്ല. ഞങ്ങൾക്ക് ഏതോ ഒരു ഗുദാമിലാണ് പാർക്കിംഗ് കിട്ടിയത് കേട്ടോ. പക്ഷെ ഇവിടെ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടലുണ്ട്. അപ്പോൾ അച്ഛൻ ഓർഡർ ചെയ്തത് ഈ കന്ന് സാമ്പാർ വട ഡിപ്പായിരുന്നു. ഏട്ടൻ പൂരിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ എൻ്റെ സ്ഥിരം നെയ്റോസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഈ ക്രിസ്പി സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. Now if you guys are looking for good breakfast options, then this is definitely a must try. So guys, we have reached back now. ഇനിയിപ്പോൾ നേരെ നമുക്ക് ക്ലീനിങ് പരിപാടികൾ ആൻഡ് കുക്കിംഗ് പരിപാടികൾ തുടങ്ങാം കേട്ടോ. നോർമലി ഇല്ലേ നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും, ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ വല്ലതും. പക്ഷെ ഇന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിന്ന് പച്ചക്കറി ആക്കാം, പിന്നെ ഒരു മുട്ടയും വറവാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ടിരിക്കാം കേട്ടോ. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. പിന്നെ ഞാൻ നോർമലി വീക്കെൻഡ്സ് ആട്ടോ എൻ്റെ ഡീറ്റെയിൽ ഈ ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യൽ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ പോയിട്ട് കുളിക്കല പതിവ്. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ പോയിട്ട് അലക്കാനിട്ടു. കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, ബെഡ്ഷീറ്റ്സും ബ്ലാങ്കറ്റ്സും. അപ്പോൾ അല്ലാതെ ഇങ്ങനെ ട്രിപ്പായിട്ടാട്ടോ അലക്കാൻ. അത് കഴിഞ്ഞപ്പോൾ കുക്കിംഗ് പരിപാടി തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഏട്ടൻ ഫുള്ള് സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യൽ, അല്ലെങ്കിൽ അതൊരു പരിവാക്കുമെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് പിന്നെ നേരെ കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു കുട്ടി സ്കിൻ കെയർ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓർഡിനറിയുടെ നിയോസിനമൈറ്ററാണ്. റെറ്റിനോളും യൂസ് ചെയ്യും, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട്. പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഞാൻ ഇപ്പോൾ സെറാവയുടെ ആട്ടോ യൂസ് ചെയ്യുന്നത്. സെറ്റഫിലും യൂസ് ചെയ്യും, ഏതാദ്യം കയ്യിൽ കിട്ടുന്നത് അത് തേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുടിക്ക് ഇവിടെ ഓർഡിനറിയുടെ പെപ്റ്റൈസറും ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തപ്പോൾ ഈ കുട്ടി കുട്ടി മുടികളൊക്കെ വരാൻ തുടങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിപ് മാസ്ക് ആയിട്ട് ഞാൻ ലെനേജിൻ്റെ ലിപ് മാസ്ക് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതും കുറേ കൊല്ലമായിട്ട് തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി സ്കിൻ കെയർ കഴിഞ്ഞു. ഏട്ടന് ഇപ്പോൾ ഇൻസ്റ്റയിൽ റീൽസൊക്കെ കണ്ടിട്ട് ചിയാസീഡ് വാട്ടർ കുടിക്കലുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിൽ പോകുമ്പോൾ അതിരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അതെടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു. ക്യാബേജും സാമ്പാറും പിന്നെ മുട്ട ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. ചോറിൻ്റെ കഴിഞ്ഞിട്ട് ഞാനായിട്ടും കൂടിയിട്ട് വെട്ടം വെച്ചിട്ട് കണ്ടു കേട്ടോ. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഇൻഫാക്ട് ഈ പണ്ടത്തെ ദിലീപിൻ്റെ എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. കുറേ ചിരിക്കാനില്ല ഇതിൽ. അപ്പോൾ ഞങ്ങളത് കണ്ടു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വി ആർ ഗോയിങ് ടു ഒബൂർ ബീച്ച് നൗ. ഇതാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് പറയുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കാറിൽ നല്ല ഹൈ വോളിയത്തിൽ പാട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും കേൾക്കില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഇപ്പം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത്. ഇനി ഒരു 10-15 മിനിറ്റിലെത്തും തോന്നുന്നു അല്ലേട്ടാ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ. പക്ഷേ അച്ഛൻ്റെ അടുത്ത് 20 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അച്ഛൻ വരില്ല. ഇത് എയർപോർട്ടിൻ്റെ ഒക്കെ തൊട്ടടുത്താട്ടോ. അങ്ങ് ദൂരെ കണ്ടോ കുറേ മലകളൊക്കെ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടോ സൗദിയിൽ കാണുന്നത്. സോ ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിൻഡോ താഴ്ത്തി, നല്ല കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചെത്തി. പക്ഷെ പാർക്കിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. കുറേ നേരം അലഞ്ഞിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കുന്ന റോങ് ലൊക്കേഷനാണ് കേട്ടോ. അത് വെച്ചിട്ട് പോയിട്ട് ഞങ്ങൾ വേറെ എവിടെയാണ് എത്തിയത്. പിന്നെ അവിടുത്തെ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ സ്പോട്ട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ആകാശമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളുള്ളത് ഈ ഒബൂർ ബീച്ചിൻ്റെ ഈ സൈഡിലത്തെ വാക്ക് വേയിലാട്ടോ. ഇറങ്ങാൻ പറ്റുന്ന ബീച്ചില്ലേ, അത് ആ സൈഡിലാണ്. അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല, പാർക്കിംഗ് കിട്ടിയിട്ടില്ല. ഇവിടെയും കറങ്ങി ഏറ്റവും ലാസ്റ്റ് കിട്ടിയ പാർക്കിംഗ് ആണ് ഈ ഒരു സൈഡിൽ. ഒരു മുക്കിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറങ്ങാൻ പറ്റുന്ന ബീച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് അവിടെ ആ സൈഡിലായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ബീച്ചുള്ളത്. പിന്നെ ഐ തിങ്ക് ദിസ് പ്ലേസ് ഇസ് സംവാട്ട് നിയർ ടു ദ എയർപോർട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് പ്ലെയിൻസൊക്കെ ഇങ്ങനെ അടുത്ത് കൂടെ പറന്നു വന്നതാണ്. എനിക്ക് പിന്നെ ബീച്ചിൽ പോകുമ്പോൾ ഐ ലവ് ഹിയറിങ് ദി സൗണ്ട് ഓഫ് വേവ്സ്. അപ്പോൾ ഞാൻ അതും കേട്ട് നിൽക്കും. പിന്നെ ഒന്ന് സൺസെറ്റും കണ്ടുകൊണ്ട് ഐ വാസ് ലൈക്ക് ലിറ്ററലി വെരി ഹാപ്പി ടുഡേ. ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്ത ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി. പിന്നെ ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ബോട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ദെൻ യു ക്യാൻ കം ഹിയർ ഫോർ ദാറ്റ് ഓൾസോ. ഞങ്ങൾ പിന്നെ സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. വി ആർ ഗോയിങ് ടു ലുലു നൗ. ലുലു ഇല്ലാത്തൊരു വീക്കെൻഡ് ഇല്ല കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ. എല്ലാ വീക്കെൻഡും സ്ഥിരം ലുലു ആണ്. എന്നാണെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ ഏട്ടനൊരു സുഖിയും മേടിച്ചിട്ടുണ്ടായി അവിടെ നിന്ന്. പിന്നെ ഞാനൊരു പിസയും മേടിച്ചു. അച്ഛൻ അൽബീക്കാട്ടോ മേടിച്ച്. അപ്പോൾ അതും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എന്നാൽ അത്യാവശ്യം കുറച്ച് ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ എത്തിയ വഴിക്ക് പൂത്ത് പോലെ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.